ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 44ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ ഞാൻ പങ്കുവച്ചതായ അനുഭവത്തെ കുറിച്ചുള്ള ഒരു തുടർ പരിചിന്തനമാണ് ഈ ഒരു സെഷൻ. അട്ടപ്പാടി സെഹിയോനില് വൈദികർക്കുള്ള ഗ്രാൻഡ് കോൺഫറൻസ് പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു പേഴ്സണൽ ഷെയറിംഗ് പ്രയർ പ്രാർത്ഥനാ സെഷനിൽ ഞാൻ എന്ത് പ്രത്യേക ശുശ്രൂഷയാണ് ചെയ്യുന്നത് ചോദ്യം വന്നതും ഉത്തരമായിട്ട് പറഞ്ഞു വന്നപ്പോൾ ബഹിഷ്കരണ ശുശ്രൂഷ ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ ചെയ്തിരുന്നതുമായിട്ട് ബന്ധിപ്പിച്ച് പൈശാചികമായ ആക്രമണങ്ങൾ എൻ്റെ നേരെ ഒരുപാട് ഉണ്ടാവുന്നു. പക്ഷെ അവയ്ക്ക് എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കിട്ടുക ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പം ആ നാളുകളിൽ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് ഭയം ഉണരുന്ന ഒരു അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ടായിരുന്നു ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രാർത്ഥന സഹോദരി ചോദിച്ചു, അപ്പോൾ തമ്പുരാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ ചെയ്യുന്നതായ ശുശ്രൂഷ വേണ്ടെന്നാണോ, നിർത്തണമെന്നാണോ, എന്താ? അപ്പോൾ സഹോദരി വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പം ഈശോയുടെ മറുപടി വന്നിങ്ങനെയാണ്. അച്ഛാ, ഈശോ ചോദിക്കുന്ന സഹോദരി പറയുകയാണ്, ഞാൻ തന്ന ആയുധങ്ങളെല്ലാം എന്തുകൊണ്ട് അച്ഛൻ ഉപയോഗിക്കാത്തത്? അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ആയുധമാണ് ഞാൻ ഉപയോഗിക്കാത്തത്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്, അങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം ലഭ്യമായത് ഞാൻ ഉപയോഗിച്ചാണല്ലോ പോകുന്നത്. ഇനിയിപ്പോൾ എന്താ, വേറെ എന്താ ആയുധമാണ്? അപ്പോൾ ആ സഹോദരി വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, അതിന് വിശുദ്ധജലം തളിക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞു, വിശുദ്ധജലം തളിക്കുന്നുണ്ട്. പള്ളിയിൽ മരിച്ചവർക്കുള്ള ഒപ്പീസി ചെല്ലുമ്പം തളിക്കും, ലിതിഞ്ഞ് ചെല്ലുമ്പോൾ തളിക്കും, പിന്നെ വല്ല വീട് വെച്ചിരിക്കുമ്പോൾ പോകുമ്പോൾ തളിക്കും. അത് അങ്ങനെയല്ലാതെ പിന്നെ വേറെ എന്താ? അപ്പോൾ ആ സഹോദരി ചോദിക്കണം, അച്ഛൻ മുറി തളിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ മുറിയിലോ? അത് പണ്ടെങ്ങാനുമൊക്കെ പള്ളിമുറി വെഞ്ചരിച്ചപ്പോൾ തളിച്ചിട്ടുണ്ടാവും, അതല്ലാതെ ഇല്ല. അപ്പോൾ ഒരു ബോധ്യം കിട്ടുകയായിരുന്നു, എന്തുകൊണ്ടാണ് വിശുദ്ധജലം എല്ലാ ദിവസവും ഞാൻ കിടക്കുന്ന മുറി തളിക്കാത്തത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് എൻ്റെ പള്ളിമുറി എത്തിയ ശേഷം ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലിച്ചിട്ട് ഞാൻ കിടക്കുന്ന മുറിയിൽ ഇങ്ങനെ വിശുദ്ധജലം തളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ പിന്നെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം എനിക്ക് സ്വപ്നത്തിലോ യാതൊരു ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് നാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പല അവസരം ശ്രദ്ധിച്ച കാര്യമുണ്ട്. ഏതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ യാത്രക്കിടയിലൂടെയും കിടക്കുന്നു. യാത്ര പോകുമ്പോഴെല്ലാം ഞാനൊരു വിശുദ്ധജലം ഇങ്ങനെ കുപ്പിക്ക് ചെറിയ കാരാപ്പനത്ത് കൊണ്ടുപോകുന്ന ശീലവും വളർത്തിയെടുത്തു. പക്ഷെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ ഒത്തിരി സമയം തെറ്റിയൊക്കെ പോയി കിടക്കുന്ന അവസരം വരുമ്പോൾ ചിലപ്പോൾ ഇത് വിട്ടുപോയിട്ടുണ്ട് ഈ വിശുദ്ധജലം തളിക്കാൻ. അങ്ങനെ കിടന്ന പല അവസരങ്ങളിൽ അല്പം ഒന്ന് മയങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന പോലെയുള്ള, നിസ്സാരമായിരിക്കും പക്ഷെ സ്വപ്നം പോലെ, അത് എന്തൊരു അനുഭവം പോലെ ഉണ്ടായിട്ട് ഉറക്കം തെളിയുന്നതായിട്ട് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും, ഓർമ്മിക്കും, പരിശോധിക്കും, വിശുദ്ധജലം തളിച്ചോ? ഒരുപാട് അവസരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വിശുദ്ധജലം തളിക്കാൻ വിട്ടുപോയി. അപ്പോൾ തന്നെ ചെറിയ പ്രാർത്ഥന ഡെലിവറൻസിൻ്റെ ചെറിയായിട്ട് വിസ്തരിച്ച് കിടക്കും, പിന്നെ വിഷയം ഉണ്ടാകില്ല. ഒരിക്കൽ ഈ യാത്ര പോകുമ്പോഴൊക്കെ ഈ കറാപ്പിൽ വിശുദ്ധജലം കൊണ്ടുപോകുന്ന ശീലം ഉണ്ടാകുന്നതിന് കാരണം വേറെയുണ്ട്, സംഭവമുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു വൈദിക മന്ദിരത്തിൽ അച്ഛന്മാരുടെ ഒരു ഭവനത്തിൽ ഏതാനും ദിവസം താമസിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഈ വിശുദ്ധജലം തളിക്കുന്നതിന് ഓർമ്മിക്കുന്നില്ല. എൻ്റെ മുറി തളിക്കും കിടക്കുന്നിടത്ത് പള്ളിമുറിയിൽ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഭവനത്തിൽ ചെന്നിട്ട് എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം എന്തോ വരുന്നില്ല. ഞാൻ തലയണ കട്ടിലിൻ്റെ മറുവശത്ത് വെച്ച് നോക്കി, ഒരു കട്ടിൽ തന്നെ തിരിച്ചു, അതുകൊണ്ടൊന്നും ഉറക്കം ശരിയാകുന്നില്ല. അങ്ങനെ രാത്രി ഉറങ്ങാൻ മേലാതെ നേരം പിടിപ്പിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഒരു ദിവസമൊക്കെ ഇങ്ങനെ സ്ഥലം മാറേണ്ടി ആയിരിക്കാം. ഉച്ച കഴിഞ്ഞ് അല്പം ഒന്ന് വിശ്രമിക്കുന്നതാണ് മയക്കം കൊണ്ട് ഊണ് കഴിയുമ്പം. അതും നടന്നിട്ട് കിടന്നിട്ട് കിട്ടുന്നില്ല. ആ രണ്ടാം രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ വന്നു. അത്രയും വന്നപ്പോൾ അടുത്ത ദിവസം ഇതിനെപ്പറ്റി ഞാനിങ്ങനെ ഫോണിൽ ആരോട് സംസാരിക്കും, ആത്മീയ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയെ പറ്റി സംസാരിച്ചപ്പോൾ ആ വ്യക്തി ചോദിച്ചു, അച്ഛൻ എല്ലാ ദിവസവും വിശുദ്ധജലം തളിക്കാറുണ്ടല്ലോ അച്ഛൻ്റെ മുറിയിൽ? അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ഇവിടെ അച്ഛൻ തളിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു വൈദികരുടെ ഒരു സന്യാസ ഭവനമാണ്, അതുകൊണ്ട് ഇവിടെ ഞാനങ്ങ് ചിന്തിച്ചില്ല. പക്ഷെ അതിനോടത്തത് കാര്യമാണല്ലോ, ഞാൻ കിടക്കുന്ന പള്ളിമുറി ഒരു വിശുദ്ധ ഭവനമാണ്, എന്ന് തളിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഞാൻ വിശുദ്ധരുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല, കാറാപ്പൻ്റെ കാര്യം ഇല്ല, എന്ത് ചെയ്യും? അവിടുത്തെ അച്ഛന്മാരോട് പോയി ചോദിക്കാൻ പോയാൽ അവരെന്നാ വിചാരിക്കുന്നത്, ഒരു മനുഷ്യൻ എനിക്ക് വന്നു. എങ്കിലും ഞാൻ ഉച്ചഭക്ഷണത്തിന് ചെന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങി പറഞ്ഞത് ചാപ്പലിൽ ചെന്നു. ചാപ്പലിൽ ചെന്ന് നോക്കി അവിടെ വിശുദ്ധജലം എടുത്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പള്ളിയുടെ ഭിത്തിയിൽ ഇങ്ങനെ ചെറിയ പാത്രത്തിൽ വിശുദ്ധജലം വെച്ചിട്ടുണ്ട്. പക്ഷെ എടുത്തുകൊണ്ട് മാർഗമില്ല.
ഞാൻ ഒരു മാർഗമില്ല എന്നിട്ട് ഞാൻ എൻ്റെ കൈവെള്ളയിൽ കുമ്പിൾ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇച്ചിരി കോരി കൈവെള്ളിക്കകത്തൊരു ഏതാനും തുള്ളിയിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ ആരും കാണാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാനതുമായിട്ട് കിടക്കുന്ന മുറിയിൽ വന്നിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഏതാനും തുള്ളി അങ്ങനെ അത് പകർന്നൊഴിച്ചു. ഏതാനും തുള്ളി വെള്ളവും കൂടെ എടുത്ത് ഒഴിച്ചിട്ട് ഞാൻ അതിങ്ങനെ വിരലുകൊണ്ട് മുക്കിയിട്ട് ഇങ്ങനെ ഞാൻ കിടക്കുന്ന മുറിയിൽ കട്ടിൽ ചുറ്റും എല്ലാം ഇങ്ങനെ തളിച്ചു. എന്നിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞുള്ള ചെറിയ വിശ്രമത്തിന് വേണ്ടി കയറി കിടന്നിട്ട് സ്നേഹമുള്ളവരെ 4 മണിക്ക് കാപ്പിക്കുള്ള ബെല്ലടിക്കുന്നവരും വരെ ഞാൻ അവിടെ കിടന്ന് എല്ലാം മറന്ന് ഉറങ്ങി എന്നുള്ളതാണ്. അതുമുതൽ ഉറക്കം കിട്ടി, രാത്രി ഉറക്കം കിട്ടി. അപ്പോൾ അതോടുകൂടി ഞാൻ പിന്നെ എവിടെ യാത്ര പോയാലും വിശുദ്ധേരം കൊണ്ടുപോയി തളിക്കുന്ന ഒരു ശീലത്തിലേക്ക് വന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ, നമ്മളിത് അറിഞ്ഞുപയോഗിക്കേണ്ട ഒരു ആത്മീയ ആയുധമാണ് വിശുദ്ധ ജലം. നമ്മൾ വീട് വചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അച്ഛന്മാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധേരം തളിക്കുന്നു. അത് പ്രാർത്ഥന മുറി മാത്രമല്ല, കുടുംബനാഥൻ ഒരു തിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകും. എല്ലാ മുറികളിലൂടെ, വരാന്തയില്, സ്റ്റോർ മുറിയില്, മുറ്റത്ത്, കിണറിങ്കല്, തൊഴുത്തില്, സകല പെരുമാറ്റ മേഖലകളിലും അച്ഛനെ കൂട്ടിക്കൊണ്ട് അച്ഛനോട് എല്ലാം ഇങ്ങനെ വിശുദ്ധേരം തളിക്കും. അത് വലിയൊരു വിശുദ്ധീകരണ പവർ ഉള്ളതാണ്. നേരത്തെ പങ്കുവെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പങ്കുവെക്കലിൻ്റെ ആരംഭത്തിൽ ഒരു കുരിശ് അടയാളം വെള്ളത്തിൻ്റെ മേൽ വരയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ തിരുരക്തത്തിൻ്റെ അനുഭവം പവർ നിറഞ്ഞിട്ട് അത് പൈശാചിക ആവാസോടെ ഇത്തിരി കുടിക്കാൻ കൊടുത്താൽ അവർ കുടിക്കാതെ ചോര ചോര എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ തുപ്പാൻ നോക്കുന്നത് പ്രതികരിക്കുന്നത് പല ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ട് വരയ്ക്കുന്ന ഒരു കുരിശടയാളം പോലും വെള്ളത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ സഭയുടെ ഔദ്യോഗികമായ അധികാരത്തോടുകൂടെ വിശുദ്ധ ജലം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അത് കുരിശും നിറച്ചതിനെ വെഞ്ചരിക്കുമ്പോൾ വിശുദ്ധീകരിക്കുമ്പോൾ അതിൽ നിറയുന്ന പവർ എന്ന് മാത്രമാണ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ ജലം തളിക്കണം. അച്ഛന്മാർ വെഞ്ചരിക്കാൻ വന്നിട്ട് വിശുദ്ധം തെളിച്ചത് അച്ഛന്മാർക്ക് വേണ്ടി മാത്രമേ ഉള്ളതല്ല, ഇത് നമുക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണല്ലോ. നമ്മുടെ വീട്ടിൽ വിശുദ്ധ ജലം ഉണ്ടായിരിക്കുന്ന ഒരു കുപ്പിക്കകത്ത് കരുതി വെക്കണം. ഒരു കാറാപ്പ് നമുക്ക് വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാറാപ്പിനകത്ത് എടുത്താൽ ഒരു കുപ്പിക്കകത്ത് അടുപ്പ് തുളയിട്ടാലും മതി. അതുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒന്നുകിൽ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ, അത് അസൗകര്യമാണെങ്കിൽ കുടുംബനാഥ ഏതെങ്കിലും സമയത്ത് അവരുടെ ഫ്രീ ടൈം നോക്കിയിട്ട് വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാം മുറിയിക്കൂടെ വിശുദ്ധരിച്ചോണ്ട് പോകുന്നത് വലിയൊരു സംരക്ഷണമാണെന്ന് അറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സംരക്ഷണ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.